ഹോം ഗ്രൗണ്ടിൽ തകർപ്പൻ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ആരാധകർ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം. മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരം തവണ തോൽവിയാണ്, പക്ഷെ അതിനെല്ലാം മറികടന്ന് ഇപ്പം വലിയ വിജയമാണ്. വലിയ വിജയം. ഞങ്ങൾ ഹാഫ് ടൈമിൽ തോൽക്കുന്ന വിചാരിച്ചത്, പക്ഷെ സെക്കൻഡ് ഹാഫിൽ പൊളിച്ചു. ഒന്നും പറയല്ല. എടുത്തു പറയാന് അടിപൊളി കളി. ഇതേമാതിരി തുടരണം കളി. നമ്മുടെ ഈ കളി കപ്പടിക്കും ഞങ്ങള്. നോവസദ്വയും പെപ്പർ ഈ ഫോം തുടർന്ന കളി നമ്മൾ കപ്പെടുക്കും ഈ പ്രാവശ്യം. അതേമാതിരി നേരത്തുന്ന നല്ല കളി, സൂപ്പർ കളി. കഴിഞ്ഞ ഞായറാഴ്ച കളി കണ്ടപ്പോൾ ഇനി കളി കാണാൻ 11 കൊല്ലമായിട്ട് ഞാൻ കളി കാണാൻ വരുന്ന ആളാണ്. ഈ കളി ജയിച്ചില്ല ഞാൻ ഈ കളി കളയാൻ വരില്ല. 11 കൊല്ലമായിട്ട് കളി കാണാൻ വരും. ഇത് തുടർന്നാ മതി, ഈ കളി തുടർന്നാ മതി. സൂപ്പറാ. മികച്ച പ്രകടനമായിരുന്നു. ഇത് തുടരണം. ഇത് തുടർന്നില്ലേ കാര്യമില്ല. അസറും ഇബനും വന്നപ്പോ നല്ല കളി, സൂപ്പർ. മിന്നുന്ന പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഹോം ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും അത് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ആവേശത്തിലാണ് ആരാധകരെല്ലാം തന്നെ. കാരണം ആദ്യ പകുതിയിൽ വലിയ നിരാശയുണ്ടായിരുന്നെങ്കിലും രണ്ടാം പകുതി ആകുമ്പോഴേക്കും മികച്ച പ്രകടനം, അതായത് മിന്നുന്ന പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപാട് ആരാധകർ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്നും പറയാനില്ല. ക്വാമെ പെപ്ര എല്ലാരും തള്ളിക്കളഞ്ഞൊരു പ്ലെയറാണ് ക്വാമെ പെപ്ര. പക്ഷെ ലാസ്റ്റ് ഞങ്ങളെ രക്ഷിക്കാൻ ക്വാമെ പെപ്ര തന്നെ വേണ്ടി വന്നു. പ്രതീക്ഷ 100% വിജയം. ലൂണയുടെ ഒരു വിടവ് പോലെ നികത്തുന്നതായിരുന്നില്ലേ മത്സരം? അതെ, ലൂണ ഇല്ലാത്ത ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു. പക്ഷെ നമ്മുടെ നോവ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എല്ലാവരും കൂടി മാലാക അവതരിച്ചില്ല, പകരം ചെകുത്താൻ അവതരിച്ച്. ബ്ലാസ്റ്റേഴ്സിന് ചെകുത്താനും ദൈവവും മാലാകയില്ല. ഇത്തരത്തിലാണ് ആരാധകരുടെ പ്രതികരണം. 1-2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത്. ആദ്യ പകുതിയിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം പകുതി ആയപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരികയായിരുന്നു. ഈസ്റ്റ് ബംഗാൾ ഒരു ഗോൾ നേടി. അത് 63-ാം മിനിറ്റിലാണ്. പിന്നീട് കണ്ടതെല്ലാം മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. സച്ചിനെ എടുത്തു പറയേണ്ടതാണ്. മികച്ചൊരു സേവായി സച്ചിൻ ഉയർന്നു നിന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഏറ്റവും മികച്ച പ്രകടനവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഹോം ഗ്രൗണ്ടിൽ നിന്നും പടിയുറങ്ങുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റെങ്കിലും ഇത്തവണ അത് ഹോം ഗ്രൗണ്ടിൽ തന്നെ തിരിച്ചു പിടിച്ചു എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതോടൊടുവിൽ ഏറ്റവും ആവേശത്തോടെ സമാപിക്കുകയും ചെയ്തു. എന്തായാലും പൂർണ്ണ സന്തോഷത്തോടെ ആവേശത്തോടെയാണ് ആരാധകർ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും പോകുന്നത്.